ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. മുമ്പ് നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ ഞാനിപ്പോൾ ഒരു 2 ദിവസം മുന്നേ 3 ദിവസം മുന്നത്തെ വീഡിയോ കണ്ടാലറിയാം, കോട്ടക്കൽ വയഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചയാണ് ഇനിയിപ്പോൾ ഇവിടെ പാടത്തിലൂടെയുള്ള കാഴ്ച. ഇവിടെ പറഞ്ഞാൽ വളരെ അത്ഭുതകരമായ മാറ്റം എന്ന് വേണം പറയാം. അത്രക്കും വലിയ മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കുറഞ്ഞ ദിവസം കൊണ്ട്, മാസം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളാണിത്. ഇപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്ന കാഴ്ച പറഞ്ഞാൽ പാടത്തിൻ്റെ സെൻറ്ററിലാണത്. സെൻറ്ററിൽ മണ്ണിട്ട് പൊക്കിയിട്ട് ഇപ്പം ഇങ്ങനെ റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാഴ്ചയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. പാടത്തിൻ്റെ സെൻറ്ററിലൂടെ മണ്ണിട്ട് പൊക്കി. അതാ നമ്മളെ വയഡക്റ്റ് അവിടെ കാണാം. അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണിട്ട് പൊക്കി അതിലേക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള അതിൽ ഇവിടെ പകുതി ഭാഗം ഇവിടെ മണ്ണിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ കുറഞ്ഞ പണി നടക്കാനുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അവിടെ ആ ഭാഗത്ത് കുറച്ച് ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട് തോടിൻ്റെ കുറുകെ. അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് പൊക്കി ആ വയഡക്റ്റിലേക്ക് സെറ്റാക്കാനുള്ളൂ. ബാക്കിയുള്ള വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എത്ര പെട്ടെന്നാണല്ലേ. ഒരു സ്പാൻഡർ വേണം, നോക്കി കണ്ടു. ഇത്രയ്ക്ക് വലിയ സ്പാൻഡർ. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അത്രയ്ക്ക് സ്പീഡിലാണ് ഇവിടുത്തെ വർക്ക്. പഴയ റോഡ് പൊളിച്ചു കൊടുന്നുകൊണ്ടുള്ള മണ്ണാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം നമുക്ക്. വളരെ സ്പീഡിൽ തന്നെ നല്ല രീതിയിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. NRC വളരെ സ്പീഡിൽ തന്നെയാണ് വർക്കൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ഈ റോഡ് പറഞ്ഞാൽ ഈ പുതിയ ഹൈവേയിലേക്ക് കയറി വരാൻ എഡ്രിക്കോട് ഭാഗത്തുനിന്ന് അതേപോലെ തിരൂർ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് ആ കാണുന്നത്. ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള അതുപോലെ ഇറങ്ങി പോകാനൊക്കെ ഉള്ള ഒരു വഴിയാണ്. ഇതിങ്ങനെ മണ്ണിട്ട് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യും. അതിനുള്ള വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ കാഴ്ച. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കാണാം. ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് നിറച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇതേപോലെ റോട്ടിലേക്ക് ഇങ്ങനെ കയറി വരാനുള്ള ഭാഗമാണിത്. കാണാം നമുക്ക്. ഇവിടെയൊക്കെ എത്ര പെട്ടെന്നാണ് വർക്ക് തീർന്നത് പറയുക. അത്രക്കും ഫാസ്റ്റായിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കേണ്ടത്. ഈ കാണുന്നത് എന്താ പറഞ്ഞാൽ ഈ ലൈറ്റിനുള്ള ഭാഗം വിട്ടതാണ്. ഈ ഇങ്ങനത്തെ കമ്പിയുള്ള ഈ ഭാഗത്ത് പുതുതായിട്ട് ഒരു സെറ്റാക്കുന്നുണ്ട്. കോൺക്രീറ്റൊക്കെ സെറ്റാക്കിയിട്ട് പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ലൈറ്റ് വരാനുള്ളത്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തിരൂർ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗത്ത് മമ്മാലിപ്പടി പറഞ്ഞ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് ഇതൊക്കെ. ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതാ ഇവിടെ റോഡിൻ്റെ പണി കഴിഞ്ഞ് ഇതിലേക്ക് ഇങ്ങനെ മുട്ടിച്ചത് നമുക്ക് കാണാം. ഈ കാണുന്ന റോഡാണ് നമ്മളെ കോട്ടക്കൽ ഭാഗത്തോട്ട് പോകുന്നത്. കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം നല്ല അടിപൊളിയായിട്ട് റോഡ് പണി കഴിഞ്ഞ് കിടക്കുന്നത്. നമുക്ക് ഹൈവേ അടിപൊളിയായിട്ട് ഇങ്ങനെ സുന്ദരമായ പാത പണി കഴിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇവിടെ ജോയിൻറ്റ് ചെയ്യണ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്യാനുള്ളൂ ഇവിടെ. അതുപോലെ ഇവിടെ ഇതിൻ്റെ പാലത്തിൻ്റെ മേലെ ഒരു എന്താ പറയുക, ഒരു കോട്ടിങ് ചെയ്യലുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട്. ഇതിൻ്റെ വർക്കാണ് ഇവിടെ കാണുന്നത്. അതൊരു സൈഡിലുള്ള പാലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ കാഴ്ചയാണ് ഇപ്പോൾ കാണാം. അത്ഭുതകരമായ മാറ്റം തന്നെ പറയാം. അത്രയ്ക്ക് സ്പീഡിലാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുള്ളത്. എത്ര കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനൊരു വർക്ക് കഴിഞ്ഞതറിയോ. ഈ അടുത്ത ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഇത്രയും വർക്ക് തീർന്ന് കാണാം. നല്ല വെയിലാട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരിക്കാനൊക്കെ ഒരു പ്രയാസം.
കാണാനുള്ള കാഴ്ചയാണ് ഇത്. ഇവിടുത്തെ എത്രയും വലിയ മാറ്റങ്ങൾ എത്ര കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ. ഇതൊരു പ്രത്യേക ഒരു ഷീറ്റ് ഉപയോഗിച്ച് കണ്ടാണ്. നിങ്ങൾ മറ്റുള്ള വീഡിയോയിലൊക്കെ കണ്ടു കാണും. ഇതൊരു മെറ്റൽ പൊടി ടാറിങ് അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഷീറ്റ്. ആ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ് ഇവിടെ ഇപ്പം നടന്നിട്ടുള്ളത്. ഇത് നമ്മളെ തിരൂർ റോഡ്, ഇതാണ് തിരൂർ റോഡ്. വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് കയറി പോകാനുള്ള സർവീസ് റോഡ് ഇവിടെ കാണാം. അതൊക്കെ ഏകദേശമൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ വയഡക്റ്റ് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന റോഡ്. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇനി എല്ലായിടത്തും ഫിനിഷിങ് വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. അതുപോലെ കുറച്ച് ഭാഗത്ത് ഈ ബാരിക്കേഡിൻ്റെ വർക്ക് അങ്ങനെയൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് തീരാവുന്ന വർക്കാണ് ഇനിയുള്ളത്. എന്നാലും ഒരു മാസം കൊണ്ട് ഇത്രയൊക്കെ വർക്ക് തീർന്നിക്കണമെങ്കിൽ ഇനിയൊരു 2025 വരെയാണ് ഇവരെ കാലാവധി. അതിൻ്റെ മുന്നേ തന്നെ ഇവർ ഇത്ര സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇവിടുത്തൊക്കെ വർക്ക് കഴിക്കും. അത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.